സമയം വെളുപ്പിന് 3 മണിയായേ. പിന്നെ അതായത് കണ്ടോ, ഈ വെതറിലാണ് നമ്മൾ ചീര വളർത്തുന്നത്. ചീരയ്ക്ക് ഏകദേശം 20-30 ഒക്കെ വേണം. ഇപ്പം നമ്മളാണെങ്കിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല, നമുക്ക് ഉറക്കമൊന്നുമില്ല. ഇപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. ഏവക്കുട്ടൻ ഉറങ്ങി. നമ്മള് സൗണയിലൊക്കെ പോയി രാത്രിയില്. ഏവക്കുട്ടൻ വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവള് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. 12 മണിയൊക്കെ ആയപ്പോ. ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാ പിന്നെ നാളെ ഉച്ചക്ക് എണീറ്റാ മതിയല്ലോ. കുത്തഴിഞ്ഞ ജീവിതാ. തോന്നിയവാസികളാ. തോന്നിയ പോലെ വസിക്കാം അല്ലേ? അതാണല്ലോ തോന്നിയവാസികൾ. നമ്മൾ തോന്നിയവാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. സമ്മർ ആണെന്നുണ്ടെങ്കിലും രാത്രിയിലൊക്കെ നല്ല തണുപ്പാണേ. അതായത് ജൂലൈ മാസത്തിൽ 4 ഡിഗ്രിയൊക്കെയാണ് രാത്രിയിലെ തണുപ്പ്. നമ്മുടെ ചെടികളൊക്കെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മോശമായി കിടക്കുന്നത്. 2 കാലാവസ്ഥയാണല്ലോ. രാവിലെ ആകുമ്പോഴത്തേക്ക്, പകലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 20-22 ഡിഗ്രിയൊക്കെ കാണും. പിന്നെ തണുപ്പാകുമ്പോഴത്തേക്ക്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് കുറയുകയും ചെയ്യും, കുറേശ്ശെ കുറയുകയും ചെയ്യും. അപ്പോൾ എല്ലാം ചെടികളും എല്ലാം അങ്ങ് മോശമായി. പറയാൻ പറ്റത്തില്ല, ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. യൂറോപ്പിലെല്ലായിടത്തും ചൂടാന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, തണുപ്പ് ചൂട് എല്ലാം കൂടെ മിക്സായിട്ട് ഇങ്ങനെ പോകുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ചെടി കണ്ടില്ലേ, ഇതിലാണെന്നുണ്ടെങ്കിൽ പൂവെല്ലാം വന്നിട്ട് അങ്ങ് കരിഞ്ഞു പോയി, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം അങ്ങ് പിച്ചിക്കളയാന്ന് വെച്ചു. ഇതിങ്ങനെ നുള്ളിക്കളയുമ്പോൾ നല്ല പുതിയ പൂക്കളൊക്കെ വരും. അങ്ങനെ വാടി കരിഞ്ഞു പോയ പൂക്കളെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നല്ല മുട്ടൊക്കെ വന്ന് പൂ വരട്ടെ. വീണ്ടും നമ്മുടെ യാർഡിലെല്ലാം പുല്ലൊക്കെ കിളിച്ചേക്കുകയാണ്. ഇനി ഇതെല്ലാം വെട്ടി മാറ്റണം. എന്നെങ്കിൽ മാത്രമേ നമുക്കിനി നമ്മുടെ ബെറീസൊക്കെ പിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. ആ കാടിനുള്ളിലൊക്കെ കയറട്ടെ. ഏവക്കുട്ടനാണെങ്കിൽ എപ്പോഴും കളിക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ട് പോയിട്ട് അത് പിച്ച് കഴിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് പുല്ല് ഏത്താന്ന് വെച്ചു. എന്താ കണ്ടില്ലേ, അവിടെ എല്ലാം നിറയെ കാട് കയറി കിടക്കുകയാണ്. ആ പുല്ലൊക്കെ ഒന്ന് വെട്ടി മാറ്റിയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് പോയി ബെറിയൊക്കെ പിച്ച് കഴിക്കാം. എല്ലാം പഴുത്തിട്ടുണ്ട്. അതെ, ഗ്രീൻ പീസ് പിടിച്ചിട്ടുണ്ട് കണ്ടോ. കുഞ്ഞ് ആറ്റ് നോറ്റ് കാത്തിരുന്ന് വളർത്തിയെടുത്തതാ. ഗ്രീൻ പീസ് പിടിച്ചിട്ട് വേണം ഇനി കുഞ്ഞിന് തിന്നാൻ. അകത്തൊക്കെ ഉണ്ട്, എല്ലാം കിളിച്ച് വരുന്നുണ്ട്. ഏവയ്ക്ക് വലിയ ഇഷ്ടമാണ് ഗ്രീൻ പീസ് അല്ലേ ഏവാ? ആണ്. ഏവക്കുട്ടൻ ഗ്രീൻ പീസ് കഴിക്കാനുള്ള സമയമായി വരുന്നു. ഇനി എല്ലാത്തിലും നിറയെ കായും പൂവും ഒക്കെ ഉണ്ട്. ഗ്രീൻ പീസും ഉണ്ട്. അച്ഛയാണെ പുല്ല് വെട്ടുവാ അപ്പുറത്ത്. ഭയങ്കര സൗണ്ട് മെഷീൻ്റെ അല്ലേ. നല്ല അടിപൊളിയായിട്ട് പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കി അച്ഛ അല്ലേ. വേഗമാണ് കിളിക്കുന്നത്. ഇത്രയും നമ്മൾ ഈ സമ്മറിൽ ഒരു 6-7 വട്ടത്തെ പുല്ല് വെട്ടായില്ലേ സമ്മർ തുടങ്ങിയിട്ട്? അതിൽ കൂടുതൽ വെട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ ഇതുവരെ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും അങ്ങോട്ട് കാര്യമായിട്ട് വളരുന്നില്ല. പുല്ല് വളരുന്നുണ്ട് ആവശ്യത്തിന്. ഇത് ചെറുതനവും കാടും പടലും ഒക്കെ സൈഡിലൊക്കെ നിൽക്കുന്നത് നമുക്ക് മെഷീൻ കയറ്റാനൊക്കത്തില്ല. എവിടെ റാഡിഷ് വലുതാവട്ടെ, അതായിട്ടില്ല. പക്ഷെ ഇതാവാനുണ്ട്. കുഞ്ഞിനെ റാഡിഷ് കണ്ട അപ്പം പിച്ചണം. ഇന്നും വൈകുന്നേരം ആയപ്പോഴേ നമ്മൾ ചൂണ്ടയും കൊണ്ട് വെറുതെ ഒന്ന് വന്നതാ. അച്ഛ ചൂണ്ടയിടാനായിട്ട് വെറുതെ വന്നേ. അപ്പം നമ്മളും കൂടെ വന്നു. ഞങ്ങൾ കൂടെ വരുന്നത് ഇങ്ങനെ കടലിൽ ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വിംസ്യൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏവക്കുട്ടൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. തണുപ്പുണ്ടോ ഏവക്കുട്ട? തണുപ്പില്ല. പിന്നെ നല്ല ഭംഗിയുണ്ട്. സൂര്യൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇതോ ആ കിളിയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. വാവ്, നല്ല ഗോൾഡൻ കളറ്. അന്തിപ്പൊൻ വെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ അല്ലേ. മെല്ലെ താഴുന്നില്ല, അത്രേ ഉള്ളൂ. ആ പാൻറ് മടക്കി വെക്കുക, നനയുമെന്ന് ഏവക്കുട്ടൻ പറയുന്നു. ഏവയ്ക്ക് പാൻറ്റില്ല. ഏവക്കുട്ടൻ അങ്ങ് എൻജോയ് ചെയ്യാണ്. ചെറിയ തണുപ്പുണ്ടല്ലേ? അതെ, ഏവയ്ക്ക് തണുക്കുന്നില്ലെന്നാ പറയുന്നത്. ഇതിനകത്ത് കക്ക കാണുമോ അച്ഛേ? വേറെ ഇന്നാള് നമുക്ക് ഷെല്ല് കണ്ടായിരുന്നല്ലോ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക്. അതെ, അപ്പൊ അത് എവിടുന്നായിരിക്കും വരുന്നത്? അപ്പൊ ഇവിടുന്ന് തന്നെയൊക്കെ ആയിരിക്കും. ഇതിന്റെ അടിയിൽ ഇങ്ങനെ വാവ്, എന്തൊരു ബാക്ക്ഗ്രൗണ്ടാന്നറിയോ? നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ദേ അച്ഛൻ്റെ മോടെ സാധന സാമഗ്രികളെല്ലാം പിടിച്ചുകൊണ്ട് ഇവിടെ കരയിൽ നിന്ന് അവരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും എൻജോയ് ചെയ്യാണ്. നല്ല രസമാണ് സൺസെറ്റ് കാണാൻ വേണ്ടിട്ട്.
വാവ്. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ആരും ഇല്ലേ ബീച്ചിലൊന്നും. ഇത്ര രാത്രിയായില്ലേ? നമ്മളെ മാത്രമേ ഉള്ളൂ. നമ്മളെ രാത്രി ചെയ്യാൻ പറ്റും സാധാരണ വെളിയിലാണ്. മൂങ്ങകളൊന്നും ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങള് ഇവിടെ ആൾക്കാർ വേറെ ആരും ഇല്ലേ, നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. ഞങ്ങൾ ആരും ഇല്ലാത്തപ്പോഴാണ് വെളിയിലിറങ്ങുന്നത്. അങ്ങനെയൊന്നും അല്ല, ഇവിടെ ആൾക്കാർ തീരെ കുറവാണ്. തീരെ കുറവാണ്. ആകെ 100-400 ആൾക്കാർ മാത്രം താമസിക്കുന്ന ചെറിയൊരു വില്ലേജ്. അപ്പം ആൾക്കാരെ കണ്ടാലായി, കണ്ടില്ലേലായി. അങ്ങനെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പീസ്ഫുൾ ആണല്ലോ, പീസാ വേണ്ടത് എല്ലാവർക്കും. അതെ, നമുക്കതാണല്ലോ വേണ്ടത്. സമാധാനമുണ്ട്, അതെ, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല, നമുക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാം, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നടക്കും. ഇഷ്ടമുള്ളപ്പോൾ പുറത്തു പോകാൻ വരാം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ. ഇവിടെ നമ്മളെ ആരും നിയന്ത്രിക്കാനില്ല, ഒന്നും നോക്കാനില്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്തു പോകാം, ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. അപ്പൊ അങ്ങനെ ഒന്ന് ജീവിക്കാന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ആരും നമ്മളെ നോക്കാനില്ല, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാനില്ല. ആക്ച്വലി ഈ ബീച്ചിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ്. ഇപ്പൊ നമ്മളുണ്ടല്ലോ, നമ്മൾ ലേറ്റ് ആയി പോയി. എല്ലാവരും ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോകും. പിന്നെ എല്ലാവർക്കും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അങ്ങനെയുണ്ട്. നമുക്ക് ഫ്രീ ഡേയ്സ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ വന്നു. അതെ, പിന്നെ ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടത്തില്ല, അത് വേറൊരു കാര്യം കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ നിന്ന് എൻജോയ് ചെയ്യാണ്, വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണെന്ന് അവരവരുടെ വഴിക്ക് പോത്തേ ഉള്ളൂ, ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടത്തില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് മീൻ തന്ന അപ്പാപ്പനെ കാണിക്കണേന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്താ, പുള്ളിയെ അറിയത്തില്ല, അറിയാത്ത ഒരാളുടെ നേരെ നമ്മള് അറിയാത്ത ഒരാളുടെ നേരെ നമുക്കിങ്ങനെ ക്യാമറ കണ്ട ഉടനെ എടുത്ത് വെച്ച് വീഡിയോ എടുക്കാനും അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. വീഡിയോ എടുക്കലും ഇതൊക്കെ നമ്മളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ ആ ഒരു പ്രൈവസിയെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുന്ന ആയതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിലും മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കാണിക്കാത്തത്, അല്ലേ? എല്ലാവർക്കും പ്രൈവസി ഉണ്ട്. പെർമിഷൻ വാങ്ങിക്കണം, നിങ്ങളുടെ വീഡിയോ എടുത്തോട്ടെ. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇതായിട്ടുള്ള ആൾക്കാരോട് പോലും, അത്ര അടുപ്പമുള്ള ആൾക്കാരോട് പോലും നമ്മളെ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടേ എടുക്കാറുള്ളൂ. അല്ലാതെ ആരുടെ മുഖത്തോട്ട് വേണമെങ്കിലും ക്യാമറ വെക്കാം. ഇവിടെ അങ്ങനൊന്നും വെക്കാൻ പറ്റില്ല. നമ്മൾ അവരോട് ചോദിക്കണം, അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോ എടുക്കാനോ ഒക്കെ നമ്മള് മടിയാണത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. നമുക്ക് ഇഷ്ടമല്ല, അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല, മറ്റുള്ളവരെ അങ്ങനെ കാണിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാത്തത്. അല്ലാതെ കൂടുതലും ആൾക്കാരെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത് അങ്ങനെയാണ്. ആൾക്കാരൊക്കെ വരാറുണ്ട്. എന്താ ഇപ്പോഴും അവിടെ ഒരു സൗണയിൽ ഒരാൾ ഉണ്ട്, ആരോ അവിടെ നിപ്പുണ്ട്. പക്ഷെ നമ്മളെന്താണ് പറയുന്നത്, അങ്ങോട്ട് അവരുടെ സ്വകാര്യതയിലോട്ടൊന്നും നമ്മൾ പോവാറില്ല. അങ്ങനെയാണ്. നമ്മളെല്ലാവരുടെയും പ്രൈവസിയെ മാനിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഒരു ഇല്ലാത്തൊരു കാര്യമാണ്. മരണ വീടുകളിൽ പോലും സ്വകാര്യത ഇല്ലാത്തൊരവസ്ഥയാണ്. നാട്ടിലൊക്കെ ഒരു മരണ വീട്ടിൽ പോലും 10,000 ക്യാമറയും തൂക്കി നടക്കും, കണ്ടന്റ് ആക്കാൻ നോക്കിയിരിക്കുന്നവരാണ് ആൾക്കാർ. അതെ, അപ്പൊ നമുക്ക് അതിലൊന്നും താല്പര്യമില്ല, ഞങ്ങളങ്ങനെ ചെയ്യാറുമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് മറ്റുള്ളവരെ ഉൾപ്പെടുത്താൻ നമ്മുടെ വളരെ പ്രിയപ്പെട്ട കുറച്ച് പേരെ വല്ലപ്പോഴും നമ്മളൊന്ന് കാണിക്കുക എന്നുള്ളതല്ലാതെ, അല്ലേ, അന്യ ഫാമിലിയൊക്കെ പോലുള്ള, അല്ലാതെ നമ്മൾ എപ്പോഴും അവരെ അങ്ങനെ ഉൾപ്പെടുത്താറൊന്നുമില്ല. അപ്പൊ അതെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് ചപ്പാത്തിയും കിഴങ്ങ് കറി. ഇത് നമ്മുടെ ആട്ടയല്ല, ഇതൊരു മൈദ പോലത്തെ അല്ലേ? അതെ, റിയൽ ചപ്പാത്തി. പക്ഷെ ഇത് സോഫ്റ്റ് ആണ്, അത്ര മോശമൊന്നുമല്ല കണ്ടോ. അതെ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ആണ്. പക്ഷെ ഇത് നമ്മുടെ ആട്ടയല്ല, മൈദയാണെന്ന് വെച്ചാൽ മൈദയല്ല. അറിയത്തില്ല. സാധാരണ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അതെ, നമ്മള് പലതും പരീക്ഷിച്ച് നോക്കിയിട്ടാണ് അവസാനം ഇത് കണ്ടുപിടിച്ചത്. നമ്മള് കിട്ടിയതിന് ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ്, ചപ്പാത്തി പോലെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഴിക്കാം. ചപ്പാത്തി, കിഴങ്ങ് കറി, കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ആട്ട ഇവിടെ അങ്ങനെ കിട്ടത്തില്ല. അത് കിട്ടുന്നത് നല്ല ഏഷ്യൻ ഷോപ്പിലൊക്കെ പോകണം, ദൂരെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാറില്ല. പിന്നെ നല്ല വിലയാണ്. നമ്മൾ 5 കിലോ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് മിക്ക ദിവസങ്ങളും ചപ്പാത്തി ഉണ്ടാക്കാറില്ല. അതാ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. വാങ്ങിച്ചു വെച്ച് കുറെ ദിവസം കഴിയുമ്പോൾ എക്സ്പയർ ഡേറ്റ് ആയിട്ട് വെറുതെ വേസ്റ്റ് ആകും. അങ്ങനെ കുറെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിക്കുകയാണ്. കുട്ടൻ എന്താ കഴിച്ചോണ്ടിരിക്കുന്നു. ഹലോ, കൊള്ളാവോ? സൂപ്പറാണോ? ആ, സൂപ്പറാ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അന്നയും പിന്നെ ഏവക്കുട്ടന്റെ ഫ്രണ്ട്സും ഒക്കെ വന്ന്. അപ്പൊ അവരാണെന്നുണ്ട് വെളിയില് അങ്ങ് ദൂരെ നമ്മുടെ യാർഡിൽ നിന്ന് കളിക്കുവാണ്. ബെറീസ് ഒക്കെ പിച്ച് കഴിക്കുവാ എല്ലാരും കൂടെ. ഏവക്കുട്ടന്റെ ഫ്രണ്ട് ഉണ്ട്, അന്നയുടെ ഫ്രണ്ടും ഉണ്ട്. അവര് രണ്ടുപേരും സിബ്ലിങ്സും ആണ്. അപ്പൊ അവരെല്ലാം കൂടെ അവിടെ നിന്ന് നമ്മൾ പുല്ലൊക്കെ വെട്ടിയിട്ടേക്കും, അതുകൊണ്ട് സേഫാ, അതിനകത്തുനിന്ന് എല്ലാം പിച്ച് കഴിക്കാം. എവിടെ പോവാ ഏവക്കുട്ട? എവിടെ പോവാടാ? എന്തോ വാങ്ങിക്കാൻ? ക്യൂടെക്സ് വാങ്ങിക്കാൻ അല്ലേ? കുഞ്ഞിനോട് രാവിലെ അച്ഛ പറഞ്ഞതാ എണീറ്റ് റെഡി ആവോ ക്യൂടെക്സ് വാങ്ങിക്കാന്ന്. അപ്പൊ അതെ,
അതെ, അവള് പറഞ്ഞു ഇന്നലെ വേണമെന്ന്. അപ്പോൾ അച്ഛ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് പോകാൻ, രാവിലെ തന്നെ പോകാമെന്നും പറഞ്ഞ് ഫുഡൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നു. പിന്നെ അവർ വന്ന്, അപ്പോൾ അതൊരു ഏറ്റവും നല്ല കാര്യമല്ലേ ഫ്രണ്ട്സൊക്കെ വരുന്നത്. കുഞ്ഞിന് ബോറടിക്കാതെ കളിക്കാനും അവരോടൊപ്പം. അപ്പോൾ പിന്നെ നമ്മൾ കരുതിയെങ്കിൽ അവൾ കളിക്കട്ടെന്ന് കരുതി. അങ്ങനെ 2-3 മണിക്കൂർ അവർ ഫ്രണ്ട്സുമായിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഇപ്പം വൈകുന്നേരം ആയപ്പോൾ പിന്നെ അമ്മാമ്മ വിളിച്ചു. പിന്നെ ചായ കൂടി കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതേ കോഫി എടുത്തോണ്ട് പോവുകയാണ്. കോഫിയിലെല്ലാം ലിപ്സ്റ്റിക്ക് പറ്റിയിരിക്കുന്നു. അപ്പോൾ കയറട്ടെ ഞാൻ. അയ്യോ ഏച്ചേ, കോഫി ഒന്ന് പിടിച്ചേ, ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ക്യൂടെക്സ് വാങ്ങിച്ചോണ്ട് വരാം. ഏത് കളറാണ് വാങ്ങിക്കുന്നത്? പച്ച, നമ്മുടെ ഫേവറേറ്റ്. വെള്ള വീട്ടിലുണ്ട്, നമുക്ക് എന്നാലും ഒരു നല്ല വെള്ളം നോക്കാം അല്ലേ, കുറച്ചുകൂടി നല്ലത്. വേറെ വെള്ളം മേടിക്കണം. പച്ച തീർന്നു. അതെ, ലെറ്റ്സ് ഗോ കുട്ടാ. ഇന്ന് കഴിക്കാനായിട്ടൊന്നും എടുത്തിട്ടില്ല, കുടിക്കാൻ മാത്രമേ ഉള്ളൂ. കട്ടൻ കുടിക്കുന്ന സമയമായതുകൊണ്ട് കട്ടൻ കുടിച്ചോണ്ട് അങ്ങ് പോവാം. ഞാനാണ് ഉറങ്ങുമായിരുന്നു. ആ പിള്ളേർ വന്നുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ആ സമയത്ത് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. അതെ, വിനോദ് അന്നേരം പോയി കിടന്ന് ഉറങ്ങി. നമുക്ക് പിന്നെ അതല്ലേ അറിയത്തുള്ളൂ. ഞാൻ എന്നാ പറഞ്ഞെങ്കിൽ നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങിയിട്ടേ നമ്മുടെ കൃഷിയൊക്കെ, പിന്നെ കുറച്ച് കടല മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇടാൻ പോവാന്ന് പറഞ്ഞു. ആ ഓക്കെ, ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ കടല ഒരാഴ്ചയായി മുളപ്പിച്ച് അത് കിളിച്ചു, അവിടെ നിന്ന് അത് കിളിക്കുന്നു. അതുകൊണ്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പിച്ചിയെടുത്ത് തോരൻ വല്ലതും വെച്ച് കഴിക്കാം. ശരി, കടല ഞാനിപ്പോ ഇനി ഷോപ്പിൽ പോയിട്ട് വന്നിട്ടുണ്ട്. വാരിയിടാൻ ഭയങ്കര സാമർത്ഥ്യം. ഞാൻ ചോദിക്കട്ടെ, ഇട്ടാലെന്താ? ചേട്ടാ, ഞാൻ ഇട്ടത് ഞാൻ മുളപ്പിക്കുകയും ചെയ്തത് കിളിച്ചും വന്നിട്ടുണ്ട്. ഒരു കടല മാത്രം പിടിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ താള. അപ്പൊ ഉലുവ ആരെ പിടിപ്പിച്ച? ഉലുവ പൂച്ച വാങ്ങും പോ. പിടിപ്പിച്ചാൽ മതാൻ പറ, വെള്ളം കോരണം, എല്ലാം ചെയ്യണം. ഞാൻ എല്ലാ ദിവസവും വെള്ളം കോരി നോക്കി, അതുകൊണ്ടാണ് അത് വളരുന്നത്. അണ്ണൻ എന്ന് ഒരു ദിവസം പോലും വീട്ടിൽ കാണത്തില്ല, ഇതെല്ലാം നോക്കുന്നത് ഞാനാ. എന്നിട്ട് ഭയങ്കര തള്ള. ശരി, ഓക്കെ, അങ്ങനെ ആവട്ടെ. അപ്പൊ നമ്മള് പോകുന്ന എന്തിനാന്നറിയാവോ? നെയിൽ പോളിഷ് വാങ്ങിക്കാനായിട്ടാ. ഇത് കണ്ടോ, എന്നോട് ആരാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈൻ റെഡ് കളർ ഇടണമെന്ന്. ഞാനത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ ഗോൾഡൻ അടിച്ചു ജസ്റ്റ് ഒന്ന്. എനിക്ക് ആക്ച്വലി ഇതൊന്നും ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള മറ്റേ തത്തമ്മ പച്ച ഉണ്ടല്ലോ, തത്തപ്പച്ച അല്ല, അതെന്തോ മിന്നാമിനിങ്ങിന്റെ പച്ച. നമ്മളതിന് വേറൊരു പേരും കൂടെ പറയായിരുന്നു. നമ്മള് കുഞ്ഞിലെ മുതല് ഈ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണത്. അത് നിങ്ങളുടെ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ചൈൽഡ് കുട്ടികളുടെ എല്ലാം ഇത് തന്നെയാണെന്ന് തോന്നുന്നത്. അതായത് പണ്ടൊക്കെ നമുക്ക് ഇപ്പോഴാണ് ഈ ഏവയ്ക്കൊക്കെ എന്തുമാത്രം ക്രയോൺസ്, വാട്ടർ കളർ പെയിന്റ്, സ്കെച്ചസ് എന്തുമാത്രം വാങ്ങിക്കുന്നത്. എല്ലാ ആഴ്ചയിലും അല്ലെ എല്ലാ മാസവും ഒക്കെ വാങ്ങിക്കും, കണ്ടമാനം വാങ്ങിക്കും, വെറുതെ കളയും. പക്ഷെ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ പേരൻസ്, അച്ഛനും അമ്മയും ഒരു പാക്കറ്റ് വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളതെന്താണ്, കൂടുതലും ഇതേ കാണത്തുള്ളൂ. നമുക്ക് ഈ മറ്റേ മെഴുകിന്റെ കാണത്തുള്ളൂ. മെഴുകിന്റെ അതിനകത്ത് ഈ കളർ കിട്ടത്തില്ല. പിന്നെ നമ്മുടെ സ്കെച്ച് പെൻസ് വരുമല്ലോ, സ്കെച്ച് പെൻസിനകത്തും ഏറ്റവും ചെറിയ വില കുറഞ്ഞതിനകത്തും ഈ കളർ കാണത്തില്ല. അപ്പൊ എന്റെ കൂടെ വരുന്ന ഫ്രണ്ട്സിനൊക്കെ കാണും വലിയ വില കൂടിയത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് കാണും. വില കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10, 15, 5 രൂപ കൂടുതലായിരിക്കും അതിന്, അത്രേ ഉള്ളൂ. പക്ഷെ അത് വാങ്ങിച്ചു തരത്തില്ല. വാങ്ങിക്കുന്നത് നമുക്ക് ഏറ്റവും വില കുറഞ്ഞ സാധനമായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്, അതിനകത്ത് ഈ കളർ കിട്ടത്തില്ല. അപ്പൊ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമായി ഇതിന്റെ ഈ ഒരു കളർ കിട്ടണം, അതിട്ട് ഇങ്ങനെ പെയിന്റ് ചെയ്യണമെന്നൊക്കെ. പക്ഷെ എനിക്ക് കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. അപ്പൊ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനപ്പോൾ ആ കളറിലെ നെയിൽ പെയിന്റ് ഇട്ട സമയത്ത് എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട്, അതിന്റെ ലിങ്ക് തരുമോന്നൊക്കെ ചോദിച്ചു. പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ബോറായിട്ടുണ്ട്, അത് ഇടണ്ടെന്ന് പറഞ്ഞു, ചേച്ചിക്ക് ചേരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നമ്മുടെ ചില ഇഷ്ടങ്ങളുണ്ടല്ലോ, ഞാൻ അത് തന്നെ ഫോളോ ചെയ്തുള്ളൂ. ഞാൻ ഇന്നലെ ഒന്നും ഇടാൻ തുടങ്ങിയതല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആ കളറ് ഏവ ജനിക്കുന്നതിന് മുന്നേ തൊട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ആ സെയിം കളർ തന്നെ തേടി പിടിച്ച് ഇടുന്നതാണ്. ആ പണ്ടത്തെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കളറിലെ നെയിൽ പെയിന്റ് ഇടാനായിട്ട്. എപ്പോഴും ഇറങ്ങിത്തിരിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ മാറ്റും. ഇപ്പം ഏതിട്ടാലും 2 ദിവസം കഴിയുമ്പോൾ ഞാനത് മാറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ്, ഒന്നെങ്കിൽ ഇങ്ങനെ വേറൊരു പച്ച കളർ ഉണ്ടല്ലോ, ആ പച്ച, അല്ലെന്നുണ്ടെങ്കിൽ ഇത് മിന്നാമിനിങ്ങിന്റെ പച്ച. ആ കളർ എന്തോ ഇഷ്ടമായിരുന്നു പണ്ടല്ലേ. ഏറ്റവും ആദ്യം തീരുന്ന അതായിരിക്കും. എന്തെങ്കിലും പടം വരച്ചു കഴിഞ്ഞാൽ അതെടുത്ത് എല്ലാം അടിച്ച് ഫസ്റ്റ് അങ്ങ് തീരും. ഞാനാണ് കൂട്ടുകാരുടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇച്ചിരി വരയ്ക്കും.
തരത്തുമില്ല, ആരും അത് തരത്തില്ല. എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്. ബോയ്സിനാണേലും ഗേൾസിനാണേലും എല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഞാനത് തന്നെ വാങ്ങിച്ചിടുകയും ചെയ്യും. എന്റെ കയ്യിൽ എപ്പോഴും ഇടും. കാരണം ഏവയ്ക്ക് എന്തോരവാ അതൊക്കെ വെച്ച് അതെ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണല്ലോ. നമ്മളെ പോലെ ഒരു നൊസ്റ്റാൾജി ഒന്നും കാണത്തില്ല വളർന്നു വന്നു കഴിയുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും. നമ്മളൊക്കെ ജനിച്ച സമയമാണ് ആ സമയം എല്ലാം അറിഞ്ഞിട്ടുള്ള കഷ്ടപ്പാടും സങ്കടവും ഫോണില്ലാത്ത കാലം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, ലാൻഡ് ഫോണും ഇതൊക്കെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല കാലഘട്ടം അല്ലേ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒക്കെ ഇനി എപ്പോഴെങ്കിലും തിരിച്ചു വരും? ഒരിക്കലും വരത്തില്ല. ലാൻഡ് ഫോണുകൾ വരുമോ? ഒരിക്കലും വരത്തില്ല. ഞാൻ ആലോചിക്കുവായിരുന്നു ഈ ഭൂമിക്ക് അടി കഴിഞ്ഞ് എങ്ങനെ ഈ സൗണ്ട് ഒക്കെ വരുന്നത്, എങ്ങനെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വയറില്ലാത്ത ഫോൺ വന്നപ്പോഴത്തേക്ക് മൊബൈൽ ഫോൺസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഇതെന്താ ഇങ്ങനെ, ഇത് വെച്ച് എങ്ങനെ സംസാരിക്കാൻ പറ്റും? നമ്മളെ ഈ ടെലിഫോണും പിന്നെ പുതിയ മൊബൈൽ ഫോണും എല്ലാം നമ്മൾ കണ്ടു വളർന്നതാണ്. നമ്മുടെ കാലത്താണ് ആൻഡ്രോയിഡ് വന്നതും ആപ്പിൾ വന്നതും എല്ലാം അല്ലേ, പുതിയതെല്ലാം വന്നത്. അങ്ങനെ നമുക്ക് എല്ലാം അറിയാം. നമ്മൾ അനുഭവിച്ച പോലെ ഇവർക്കൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല കാലമൊന്നും. ഞാനാണെന്നുണ്ടെങ്കിൽ ആലോചിക്കും, എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ കാലം ഇപ്പൊ തന്നെ AI ഒക്കെ ഓൾറെഡി വന്നു. ഇവരുടെയൊക്കെ കാലം അത് എന്തോ ആയിരിക്കും നമുക്ക് അറിയത്തില്ല. പക്ഷെ അന്ന് ആ ജനറേഷനിലുള്ള നമ്മൾ ഇപ്പോഴത്തെ എല്ലാ ഹൈടെക് കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ആ കാലഘട്ടം നമ്മൾ കണ്ടു. ഇന്നത്തെ ടെക്നോളജീസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? അതാണ് ഇന്നത്തെ എല്ലാ ടെക്നോളജീസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ജനറേഷനിൽ ജനിച്ചെങ്കിലും അതാണ് നമ്മുടെ ഒരു ഭാഗ്യം. അതും കാണാൻ പറ്റിയത്. നമ്മുടെ കുഞ്ഞിലെ TV ഒന്നും എല്ലാ വീടുകളിലും ഒന്നും ഇല്ല. അതെ, ഇപ്പൊ ഇനിയുള്ള വളരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കാലഘട്ട കെട്ടുകഥകൾ മാത്രമായിരിക്കും. അന്ന് പണ്ട് അങ്ങനെ പറയത്തില്ലേ, അങ്ങനത്തെ കഥകൾ മാത്രമായിരിക്കും കേട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും. കെട്ടുകഥകളായി പോകും ആ ജീവിതമൊക്കെ. TV ഒന്നും ഇല്ലാത്ത വീടുകളൊന്നും ഇല്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആയി പോയതോ അങ്ങനെയൊക്കെ ഉള്ളു. ഏകദേശം ഒരു 90-95% വീടുകളിൽ തന്നെ ഉണ്ടെന്നാ തോന്നുന്നു. TVയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് 100 അടുത്ത് ചിലപ്പോൾ കാണും. പറഞ്ഞ തെറ്റായിരിക്കും അല്ലേ? എല്ലാ വീട്ടിലും ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആരും ഇല്ല ഇപ്പൊ. പഴയതെങ്കിലും കാണും എവിടെങ്കിലും. നമ്മുടെയൊക്കെ കാലത്താണെങ്കിൽ TV എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഇല്ല, ടെലിഫോൺ ഇല്ല. ഇപ്പൊ ഫോണൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എവിടൊക്കെ പോകുമായിരുന്നു. TV കാണാൻ എവിടൊക്കെയായിരുന്നു പൊക്കോണ്ടിരുന്നത് പണ്ടൊക്കെ. ഇലക്ട്രിസിറ്റി ഇല്ല. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് പോകുന്നത് വരെ 2019 വരെ എന്റെ വീട്ടില് ഇലക്ട്രിസിറ്റി ഉണ്ടായിട്ടില്ല. എന്റെ വീട്ടിൽ ഞാൻ ഇലക്ട്രിസിറ്റി ഉള്ള സമയത്ത് കഴിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്ന് മാറിയതിന് ശേഷമാണ് അവിടെ കറണ്ട് കിട്ടിയത് തന്നെ. അതെ, പക്ഷെ ഞാൻ ഏകദേശം ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുതൽ കറണ്ട് ഒക്കെ ഉണ്ട്, TV ഉണ്ട്, ടെലിഫോൺ ഉണ്ട്. വിനോദ് കുറച്ച് റിച്ച് ആയിരുന്നു അന്നത്തെ കാലത്ത്. അതൊക്കെ ഒരു കഥയാ, അത് പിന്നീട് പറയാം. വൈകുന്നേരമായി, ഏകദേശം 6:45 സമയം. നമ്മള് വൈകുന്നേരത്തെ ഇറങ്ങിയത്. ഏറ്റവും കുഞ്ഞിലേക്ക് ഞങ്ങൾ അപ്പുറത്തെ അയലത്തെ വീട്ടിലൊക്കെ പോയായിരുന്നു TV കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലൊക്കെ TV ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലൊന്നും TV ഇല്ല. എന്റെ വീട്ടിൽ TV വാങ്ങിച്ചു കൊടുത്തത് ഞാനാ. ജോലിക്ക് പോയതിന് ശേഷം TV, ഹോം തിയേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തു വിട്ടത് നാട്ടിലേക്ക് വന്ന സമയത്ത്. പിന്നെ നമ്മളാണെങ്കിൽ എല്ലാ സിനിമയൊക്കെ കാണാൻ മറ്റേ DVD ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അല്ലേ, DVD കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഞാൻ DVD വാങ്ങിച്ചു കൊടുത്തായിരുന്നു. DVD, ഹോം തിയേറ്റർ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ, ഹരിപ്പാടുള്ള ഒരു കൂട്ടുകാരി അവളുടെ മാരേജ് ആയിട്ട് തിരിച്ചു വന്നായിരുന്നു. അപ്പൊ അവളുടെ കയ്യിൽ ഞാൻ കൊടുത്തുവിട്ടേക്ക്, ഞാൻ വാങ്ങിച്ചിട്ട് കൊടുത്തുവിട്ടേക്ക് ഓർക്കുന്നു. പിന്നെ CD കടയൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതൊന്നും അങ്ങനത്തെ കടകളൊന്നും ഒരിക്കലും വരുന്നില്ല അല്ലേ. ആ CD കടയിൽ പോയി നമ്മൾ CD വാങ്ങിക്കും. വാടകയ്ക്ക് പുതിയ സിനിമയുടെ CDകളൊക്കെ വരും. അപ്പൊ ബന്ധക്കാരും വീട്ടുകാരും എല്ലാവരുമായിട്ട് സിനിമയൊക്കെ കാണും. അതൊക്കെ രസമായിരുന്നു. ഞാൻ 6-ാം തമ്പുരാനൊക്കെ കണ്ടതൊക്കെ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മളിരുന്ന പുതിയ സിനിമയൊക്കെ കാണുമല്ലോ വൈകിട്ട്. കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അയലത്തുകാരും ബന്ധുക്കാരും ഈ വൻമുറി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ അന്ന് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും, കഴിക്കും, പിന്നെ സിനിമയൊക്കെ കാണും എല്ലാവരും കൂടെ രാത്രിയിലിരുന്ന്. അങ്ങനെ ആദ്യമായിട്ട് കാസറ്റ് ഇട്ട് കണ്ടത് 6-ാം തമ്പുരാൻ എനിക്ക് ഓർക്കുന്നു. പിന്നെ അത് മാത്രമല്ല, പിന്നെ എന്താണ് നമ്മുടെ കാലത്ത് ഉള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇപ്പൊ അതൊന്നും ഇല്ല. STD, ASD ഫോണുകൾ വിളിക്കാനുള്ള കോയിൻ ഇട്ടിട്ട് 1 രൂപ കോയിൻ ഇട്ടിട്ട് വിളിക്കുന്നതൊക്കെ അതെല്ലാം നിന്നോ കംപ്ലീറ്റ്ലി? അതൊക്കെയായിരുന്നു ഒരു കാലം. രസമായിരുന്നു എല്ലാരും കൂടി ഇങ്ങനെ ഇരുന്ന് അല്ലേ. ഇപ്പൊ അങ്ങനെയുള്ളതൊന്നും ഇല്ല. ഇപ്പൊ എല്ലാരും ഫോണിനകത്ത് ഇങ്ങനെ ഇരിക്കുക. അതാണ് ഇപ്പൊ. ഈ ഫോണൊക്കെ വരുന്നതിന് മുന്നേ പണ്ട് ചൈനീസ് ഫോൺ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ചൈന ഫോൺ. എന്തൊരു സൗണ്ട്.
അതൊരു കാലമായിരുന്നു അല്ലേ ചൈന ഫോൺ വന്നത്. അപ്പൊ ഞങ്ങളാണെങ്കില് മറ്റേ കൊച്ചിയിൽ എന്തോ പെറ്റമേനൊക്കെയോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ കൊച്ചി ആ ഭാഗത്താണ് പേനൊക്കെയോ അങ്ങനെ ആ ഭാഗത്ത് ഇഷ്ടം പോലെ ഈ ചൈനക്കാരുടെ ഷോപ്പുകളുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ സൗണ്ട് കേൾക്കുന്ന ഫോണായിരുന്നു. ലൈറ്റുകൾ എന്തൊക്കെയാണോ ഓരോ തരത്തിലുള്ള ചൈന ഫോണിന്റെ അഭിഷേകമായിരുന്നു ആ ഒരു കാലത്ത് അവിടെ എല്ലാം. അപ്പൊ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാസവും പറ്റുന്ന അത്രയും ഫോൺ വാങ്ങിക്കാൻ തോന്നി. അവന് അത്ര സൗണ്ട് ഉണ്ടാക്കിയാലും ഒരു കുഴപ്പം അതിൽ കൂടുതൽ വേണം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്റെ ഫസ്റ്റ് ഫോൺ റിലയൻസിന്റെ ആയിരുന്നു. എനിക്ക് ആ റിംഗ് ടൂണും ഇപ്പൊ ചെവിക്കാതെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് റിലയൻസിന്റെ ഫോണിനകത്ത് റിലയൻസിന്റെ സിം തന്നെ ഇടാൻ നോക്കുന്നു, വേറെ സിം ഒന്നും ഇപ്പോഴും റിലയൻസിന്റെ നമ്പർ അല്ലേ നിങ്ങളുടെ അച്ഛൻ്റെ ആ പണ്ടത്തെ. അതൊക്കെ ഒരു കാലമായിരുന്നു. സ്ക്രാച്ച് ചെയ്ത് റീചാർജ് ചെയ്തത് തന്നെ എടുത്തിട്ട് വീണ്ടും റീചാർജ് ചെയ്യാൻ നോക്കും. എങ്ങനെങ്കിലും ഒരു പുതിയ റീചാർജ് കൂപ്പൺ കിട്ടുമെന്ന് കരുതി നമ്പർ തിരിച്ചും ടിവിക്കകത്തൊക്കെ വിളിക്കുമായിരുന്നു, മറ്റേ SMS അയച്ച് പാട്ടൊക്കെ കേൾക്കാനും. ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, പഴയ ആൽബം സോങ്സ്. അതെന്റെ ഫേവറേറ്റ് ആയിരുന്നു. അതിന്റെ അകത്ത് വിളിച്ചിട്ട് അതിന്റെ അകത്ത് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഇങ്ങനെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ആർക്കായിരുന്നു ഡെഡിക്കേറ്റ് ചെയ്തത്? എനിക്ക് വേണ്ടി ഇതുവരെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഓർമ്മയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഓൾറെഡി തന്നെ ഇപ്പം നല്ല ലെങ്തി ആയതുകൊണ്ട് ഷോപ്പിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.